കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളും ജനറൽ ഹോസ്പിറ്റലും ഉൾപ്പെടെ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നേടിയ പുരോഗതിയും നേട്ടവും നമ്മുടെ നാട് സമീപകാലത്ത് അനുഭവിച്ചതാണ്. ഇപ്പോൾ എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഷിബു എന്ന കൊല്ലത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ അവയവങ്ങൾ ഹൃദയം മാറ്റിവെക്കാൻ നേപ്പാൾക്കാരിയായ ഒരു പെൺകുട്ടിക്ക് സർക്കാർ ഇടപെട്ട് നടത്തിയ പരിശ്രമവും ഏറെ ശ്രദ്ധേയമായിരുന്നു. സാർ, ഇങ്ങനെ സർക്കാർ മേഖലയിൽ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഇതിന് ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചില മാധ്യമങ്ങളിലും തെറ്റായ പ്രചാരവേല നടക്കുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സംവിധാനത്തെ സഹായിക്കുന്ന രീതിയിലായി മാറുന്നുണ്ടോ? ഈ കാര്യം വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞതുപോലെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ളതാണ്. അവിടെ ജനറൽ ആശുപത്രി എറണാകുളത്ത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 8ഓ 9ാമത്തെയോ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. സാർ, ഈ ഉത്തരം സമർപ്പിച്ചതിന് ശേഷം ഒരു ഡെവലപ്മെൻറ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ സഭയെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സാർ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രാജ്യത്ത് ആദ്യമായിട്ട് കോർണിയൽ ട്രാൻസ്പ്ലാന്റ് നടന്നു കഴിഞ്ഞു. സാർ, ശനിയാഴ്ചയാണ് അത് നടന്നത്. രോഗി സുഖമായി വരികയാണ്. സാർ, ഇത് വളരെ വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് സാർ. അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയാണ്. രണ്ട്, ബഹുമാന്യനായിട്ടുള്ള കൽപ്പറ്റ അംഗം നേരത്തെ പറഞ്ഞതുപോലെ അവയവമാറ്റത്തിന് ഉണ്ടാകുന്ന ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടാകുന്ന ചെലവ് വളരെ 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 ഭാരമേറിയതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിനും വ്യക്തികൾക്കൊക്കെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട അംഗം നേരത്തെ ഇവിടെ പറഞ്ഞു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. സാർ, ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 45 50 ഒക്കെ ലക്ഷം രൂപ പുറത്താകുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. MLA മാരെന്ന നിലയിൽ നമ്മുടെ അടുത്ത് വന്ന് ആളുകൾ പറയുന്നുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി സാർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2022 ഫെബ്രുവരി മാസം 14-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കുപ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നു. സാർ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വളരെ ആസൂത്രിതമായി ആക്രമിക്കുന്നതിന് വേണ്ടി കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്. പക്ഷേ സാർ, ഇതിൽ ഒരു കാര്യമുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള ചികിത്സ സൗജന്യമായി നൽകുന്നതിനാണ് ശ്രമിക്കുന്നത്. ഉദാഹരണം, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ പറഞ്ഞതുപോലെ ഭീമമായ ചെലവ് സ്വകാര്യ വൻകിട ആശുപത്രികളിലാകുമ്പോൾ സൗജന്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ 10 ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ സാർ ആദ്യത്തെ 5ഉം പൂർണ്ണമായി സൗജന്യമായി ചെയ്തു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ഉള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും കവർ ചെയ്യപ്പെടുന്നുണ്ട് സാർ. ഈ 5 സൗജന്യമായി ചെയ്തത് കൂടാതെ സംസ്ഥാനത്ത് എവിടെ നടന്നാലും കാസ്പിലൂടെ പൂർണ്ണമായി സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. അതുകൂടാതെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നു സാർ. ഇതിലൊന്നും കവർ ചെയ്യപ്പെടാത്ത ചില ആളുകൾക്ക്, കാസ്പ് ഇല്ലാത്ത APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട് സാർ. പൂർണ്ണമായി സൗജന്യമായിട്ടോ മിതമായ നിരക്കിലോ ഈ ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാർ, ഈ ശസ്ത്രക്രിയയുടെ ആ ചെലവ് മാത്രമല്ല, ഇതിൻ്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി 10-300 പോലീസ് സംവിധാനം ഉൾപ്പെടെ അതിനുവേണ്ടി സജ്ജമായി അത് ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് സാധ്യമാക്കുന്നത്. അത് ഈ നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്തെ നിസ്സഹായരായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സാർ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാർ, ധാരാളം രോഗികൾ അവയവം മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവയവദാനത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ പരിശ്രമങ്ങളാണ് നടത്തുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവം ദാനം ചെയ്ത ആളുകളുടെ തുടർ ചികിത്സയ്ക്ക് മരുന്ന് മറ്റു കാര്യങ്ങൾക്ക് ഏതെങ്കിലും അവർക്ക് ഇൻഷുറൻസിൻ്റെയോ മരുന്നിൻ്റെ വിലയുടെ കാര്യത്തിലൊക്കെ തുടർന്നുള്ള ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ എന്തെങ്കിലും സംവിധാനമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, ചില വ്യവഹാരങ്ങൾ മൂലം കോടതിയിൽ നിലനിന്നിരുന്ന ചില കേസുകൾ മൂലം മരണാനന്തര അവയവദാനത്തിൽ കേരളത്തിൽ ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടായിരുന്നു സാർ. പക്ഷേ ബഹുമാനപ്പെട്ട കോടതികൾ തന്നെ ഇടപെട്ടുകൊണ്ട് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വളരെ നീതിപൂർവമായിട്ടുള്ള വിധികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഡോക്ടേഴ്സിന് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ ഭയമായിരുന്നു സാർ ഈ കേസുകൾ കാരണം. പക്ഷേ ആ സ്ഥിതി മാറി. ഇപ്പോൾ 2024-മായി 2025 സ്ഥിതി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് 56% മരണാനന്തര അവയവദാനം നടത്തുന്നതിലുള്ള സന്നദ്ധത വർദ്ധിച്ചിട്ടുണ്ട്. മരണാനന്തര അവയവദാനം മൂലമുള്ള അവയവദാന ശസ്ത്രക്രിയകളും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ജീവനേകാം ജീവനാകാം എന്ന ആപ്തവാക്യത്തോടെ ഒരു വലിയ ക്യാമ്പയിൻ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് സാർ. മരണാനന്തര അവയവദാനം ചെയ്യുന്ന കുടുംബങ്ങളെ ഓണർ ചെയ്യുന്നുണ്ട്, സർക്കാരിൻ്റെ സർട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ കൊച്ചിയിൽ അതിന് വേണ്ടിയിട്ടൊരു ഒരു മോണുമെൻറ്റ്, ഒരു സ്മാരകം എന്നുള്ള നിലയിൽ
ഫാമിലീസിന് അവിടെ കുടുംബങ്ങൾക്ക് വന്നിരുന്ന് ഇത് കാണാനും ഒക്കെ ഉള്ളൊരു സൗകര്യം അത് ആലോചിക്കുന്നുണ്ട് സർ. സർ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർ ഭീമമായിട്ടുള്ള ചെലവ് വരുന്ന ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് അത് ഏറ്റവും രാജ്യത്തെ തന്നെ ഏറ്റവും വില കുറച്ച് നൽകുന്നതിന് വേണ്ടി കാരുണ്യസ്പർശം കൗണ്ടറുകൾ വഴി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുൻപ് കാരുണ്യസ്പർശം കൗണ്ടറുകൾ നമ്മൾ ഓപ്പൺ ചെയ്തത് ക്യാൻസർ മരുന്നുകൾ കൊടുക്കുന്നതിനാണ്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാകുന്ന സംസ്ഥാനമാണ് സാർ ഇന്ന് കേരളം. സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകളാണത്. ഈ കൗണ്ടറുകളിലൂടെ തന്നെ സാർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്കുള്ള മെഡിസിൻസും അതേ നിലയിൽ സബ്സിഡൈസ്ഡായി ഏറ്റവും കുറഞ്ഞ നിലയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ സാർ അത് ഓപ്പൺ ചെയ്യുകയും ചെയ്യും.